Hey everyone, welcome back. Today I'm giving a real time glimpse into my life as a student at JLU, Justice Liebig University of Gießen, one of the oldest and most diverse university in Germany. Gießen is a student town, so everything here is super close. It's easy to travel and all. Hi, I'm Aisha. നല്ല വെയിലാണ്, സമ്മറാണ്. സോ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ കോളേജാണ്, മൈ യൂണിവേഴ്സിറ്റി. എൻ്റെ യൂണിവേഴ്സിറ്റിക്ക് കിസണിലെ ഓരോരോ സ്പോട്ടിലും ബിൽഡിങ്സ് ഉണ്ട്. ഇതാണ് ഫിലോസഫിക്കും. ഇവിടെയാണ് കൾച്ചറൽ ലാംഗ്വേജ് സെമിനാർസ്. എൻ്റെ സ്റ്റുഡൻ്റ് ID കാർഡ് ഇത് റിന്യൂ ചെയ്യണം, ലൈക്ക് ഇതിൻ്റെ ഡേറ്റ് മാറ്റണം. ഇപ്പം ഞാൻ പുതിയ സെമിസ്റ്ററിലേക്ക് കയറി, സോ ഇതിൻ്റെ ഡേറ്റ് മാറ്റാം നമുക്ക്. സോ ഇതാണ് കഫേ. ഇതിൻ്റെ ഉള്ളിലായിട്ടൊരു മെഷീൻ ഉണ്ട്. അവിടെ ഇട്ടാൽ തന്നെ നമ്മളെ ID കാർഡ് നമുക്ക് റിന്യൂ ചെയ്യാൻ പറ്റും. ഇതിൽ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ ജസ്റ്റ് ഈ ഒരു ഇതിലേക്ക് നമ്മൾ ID കാർഡ് ഇട്ടാൽ അവരത് റിന്യൂ ചെയ്ത് തരും. പുതിയ സെമിസ്റ്ററിലേക്ക് കയറി എന്നുള്ളത്. ഇത് നമുക്ക് ഡോയിഷ് ടിക്കറ്റായിട്ട് ഉപയോഗിക്കാൻ പറ്റും ID കാർഡ്. ഇനി നമുക്കൊരു കോഫി കുടിക്കാം. അതിന് ID കാർഡിൽ ഫസ്റ്റ് പൈസ ഇടണം. അത് ടാപ്പ് ചെയ്തിട്ടാണ് നമുക്ക് കോഫി കുടിക്കാൻ പറ്റുന്നത്. പിന്നെ റീഡിങ് ടാസ്ക് ഉണ്ട്, റൈറ്റിംഗ് ടാസ്ക് ഉണ്ട്, അങ്ങനെ കുറച്ച് പണിയുണ്ട്. ഇതാണ് ID കാർഡിൽ ക്യാഷ് ഇടുന്ന മെഷീൻ. ഇത് കാർഡ് ജസ്റ്റ് വെക്കുക, ക്യാഷ് ഇടാം. ഞാൻ 5 യൂറോസാണ് ഇടുന്നത്. സോ ഇവിടെ ഫുഡിന് ഭയങ്കര ചീപ്പാണ്. 3 യൂറോസിന് നമുക്ക് സ്റ്റുഡൻസിന് ഫുഡ് കിട്ടും, 1.5 യൂറോസിന് കോഫി കിട്ടും. സോ സ്റ്റുഡൻസിന് നല്ല പരിപാടിയാണ് ഇവിടുന്ന് കോഫി കുടിക്കലും ഫുഡ് കഴിക്കലും. ഇവിടെ ടാപ്പ് ചെയ്താൽ ഈ പച്ച ബട്ടൺ പ്രസ് ചെയ്താൽ കപ്പ് വരും. ഓൾറെഡി കപ്പ് ഉണ്ടെങ്കിൽ അതിൽ പോർ ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ കപ്പ് ഇവിടുത്തെ യൂസ് ചെയ്യാൻ പറ്റും. ഇത് തിരിച്ചു വെച്ചാൽ 3 യൂറോസ് തരും. ഇത് തിരിച്ചു വെച്ചിട്ടില്ലെങ്കിൽ 3 യൂറോസ് പോയി. സോ ഇവിടുന്ന് കോഫി എടുക്കാൻ പറ്റും. ഇതെല്ലായിടത്തും ഉള്ളത് തന്നെയാണ്, പക്ഷേ ഞാൻ കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ഇവിടെ പുതിയതായിട്ട് വരുന്ന സ്റ്റുഡൻസിന് കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കുമല്ലോ വീഡിയോസ് കാണുമ്പം. ഇത് 1607 ഉണ്ടാക്കിയ യൂണിവേഴ്സിറ്റിയാണ്. ഇവിടെ കുറേ ഫെസിലിറ്റീസ് ഉണ്ട് സ്റ്റുഡൻസിന് വേണ്ടിയിട്ട്. പ്രൈവറ്റ് അക്കോമഡേഷൻ ഉണ്ട്, സിംഗിൾ അപ്പാർട്ട്മെൻറ്റ്. അക്കോമഡേഷൻ കിട്ടാൻ ഭയങ്കര ഹാർഡാണ്, ബട്ട് കിട്ടിയാൽ അടിപൊളിയായിരിക്കും. കാരണം ഫാമിലി ആയിട്ട് തന്നെ ഇപ്പോൾ PG പഠിക്കുന്നുണ്ടെങ്കിൽ ഫാമിലി ആയിട്ട് തന്നെ ഇവിടെ നിൽക്കാൻ പറ്റുമെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ പ്രൈവറ്റ് റൂമാണ്. ഇവിടെ കുറേ ഫെസിലിറ്റീസ് ഉണ്ട്. ഇത് വേറൊരു ബിൽഡിംഗ് ആണ്. ഇവിടെ കുറേ കഫേസ് ഉണ്ടാവും. ഇത് പോസ്റ്റർ സെയില്, കുറേ പോസ്റ്റേഴ്സ്, എക്സിബിഷൻ ഉണ്ടെന്ന് തോന്നുന്നു. ഇത് ജോബ് ഓഫേഴ്സ് നോട്ടീസ് ബോർഡാണ്. ഇത് സ്റ്റഡി റൂമാണ്. ഇവിടെ കയറിയാൽ പിന്നെ പിൻ ഡ്രോപ്പ് സൈലൻസ്. ഇവിടെ കുറേ പ്ലഗ് ഉള്ളതുകൊണ്ട് ഡിവൈസ് ഓഫ് ആയാലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. ജർമ്മൻ ക്ലാസ് റൂം എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടിലെ പോലെ എല്ലാവരും അടങ്ങി ഒതുങ്ങിയിരിക്കണം, മിണ്ടാൻ പറ്റില്ല, അങ്ങനെയല്ല. നമുക്ക് പരസ്പരം ഡിസ്കസ് ചെയ്ത് പഠിക്കാൻ പറ്റുന്നതാണ് ജർമ്മൻ ക്ലാസ് റൂം. നമുക്ക് ഫുഡ് കഴിക്കുക, ആൾക്കാരോട് ഡൗട്ട് ചോദിക്കുക, പിന്നെ ഭയങ്കര ഒരു ഫ്രീഡമാണ് ഇവിടുത്തെ ക്ലാസ് റൂം. ഇതെൻ്റെ സൺസ്ക്രീൻ, ഇതെൻ്റെ ലിപ് ബാം. ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല തണുത്ത കാറ്റുണ്ട്. ഞാൻ വിചാരിക്കും വ്ളോഗ് എടുക്കുമ്പോൾ കുറച്ചും കൂടി ഇൻഫർമേറ്റീവായിട്ട് സംസാരിക്കണം, പക്ഷേ ആ ഉള്ളിലുള്ള സാധനമില്ലേ, അത് പുറത്തേക്ക് വരും. എന്താ ചെയ്യാട്ടോ, എപ്പോഴും എവറി ഡേ സൺസ്ക്രീൻ മസ്റ്റാണ്. ഇവിടെ എനിക്ക് ജർമ്മനിയിൽ പൊതുവേ ഫ്രണ്ട്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഒരു ഫ്രണ്ട്സിനെ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ആപ്പ് കണ്ടുപിടിച്ചിരുന്നു, ടാൻഡം എന്ന് പറഞ്ഞിട്ട്. അതിലാണെങ്കിൽ നമുക്ക് ജർമ്മൻസിനോട് സംസാരിക്കാനും പറ്റും. ഇത്രയും കാര്യമാണ് പഠിക്കാനുള്ളത്. ഇത് പഠിച്ചിട്ട് ഒരു റൈറ്റിംഗ് ടാസ്ക് ഉണ്ട്. ഞാൻ വിചാരിച്ചു ജർമ്മനിയിൽ വന്നാൽ പഠിക്കണ്ട, ഇവിടെ അധികം സെമിനാറെല്ലാം ആണല്ലോ. പക്ഷേ എനിക്ക് കിട്ടിയ ഞാൻ എടുക്കുന്ന കോഴ്സ് മുഴുവൻ എക്സാം ആയിരിക്കും. എന്താ ചെയ്യുക, എനിക്ക് ഭയങ്കര ഭാഗ്യമാണ്. ഇത് തിരിച്ചു വെക്കാനാണ് നമ്മൾ പോകുന്നത്. ഈ സാധനം തിരിച്ചു കൊടുത്താൽ 3 യൂറോ കിട്ടും.
ഇവിടെ എനിക്ക് നാളെ ഒരു റൈറ്റിംഗ് ടാസ്ക് ഉണ്ട്. നമ്മളെ നാട്ടിലെ പോലെ ഇവിടെ എക്സാം എന്ന് പറയുമ്പം എല്ലാം ബൈ ഹാർട്ട് പഠിക്കുക എന്നിട്ട് എഴുതുക അങ്ങനത്തെ ഒരു സിസ്റ്റം ഇല്ല, എൻ്റെ യൂണിയിലില്ല. സോ ഇവിടെ ഉള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മളെല്ലാം മനസ്സിലാക്കുക, എന്നിട്ട് അവർ തരുന്ന ക്വസ്റ്റ്യന് ആൻസർ ചെയ്യാം. നമുക്ക് ചിലപ്പം ഓപ്പൺ ടെക്സ്റ്റ് ഉണ്ടാവും, ലൈക്ക് നമുക്കൊരു ബുക്ക് തന്നിട്ട് അത് റെഫർ ചെയ്തിട്ട് എഴുതാൻ പറ്റും. ഇവിടെ കമ്പാരിറ്റീവ്ലി എക്സാംസ് എല്ലാം ഭയങ്കര ഈസിയാണ്. പക്ഷേ നമുക്കൊരു പേടി എന്തായാലും ഉണ്ടാവും, ലൈക്ക് ഒരു നാട് ഇപ്പം എനിക്ക് തന്നെ അങ്ങനെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ അങ്ങനെ കമ്പനി എന്ന് പറയാൻ വേണ്ടിയിട്ട് ഈ ഗീസണിൽ കുറവാണ് ആൾക്കാർ. ഞാൻ അധികം പുറത്ത് പോക്കും എല്ലാം കുറവാണ്. അപ്പം അതിൻ്റെ ഒരു ഹാർഡ്ഷിപ്പ് ഉണ്ട്, കാര്യങ്ങൾ അറിയില്ല എന്നുള്ളതിൻ്റെ ഒരു ഹാർഡ്ഷിപ്പ് ഉണ്ട്. അല്ലാണ്ട് എക്സാംസ് ആയാലും ടേം പേപ്പർ അസൈൻമെൻറ്റ്സ് ആയാലും എല്ലാം ഭയങ്കര ഈസിയാണ്. ഓക്കെ, നമുക്കിത് മനസ്സിലാക്കാം ഇതെന്ത് സംഭവം. എല്ലാവരും വിചാരിക്കും ഞാൻ ക്യാമറ നോക്കി സംസാരിക്കുന്നു, എനിക്ക് വട്ടാന്ന്. എന്തായാലേ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ വ്ളോഗ് എടുക്കാനും. ഇങ്ങനെ ഇപ്പം നമ്മളൊരു വ്ളോഗ് എടുക്കുമ്പം നമ്മൾ കുറച്ചും കൂടി പ്രൊഡക്റ്റീവ് ആവും. ഓക്കെ, നാളെ എണീച്ചിട്ട് ഇങ്ങനെ ഓർഗനൈസ്ഡ് ആവണം, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യണം. അതിനാണ് വ്ളോഗ്. എനിക്ക് അതാണ് വ്ളോഗ് മീൻസ്. കുറേ ഹെക്റ്റിക്കായിട്ടുള്ളൊരു ദിവസം നാളെ നമുക്ക് കുറച്ച് ഓർഗനൈസ്ഡ് ആയിട്ട് നിൽക്കാം. സോ ഒരു വ്ളോഗ് എടുക്കണം എന്ന് പറയുമ്പം രാവിലെ എണീച്ച് ഇങ്ങനെയെല്ലാം ചെയ്ത് നമുക്കൊരു സന്തോഷം ഉണ്ടാവില്ലേ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാൻ ഇപ്പം ഒന്ന് മനസ്സിൽ വിചാരിച്ചറിയോ, വെറുതെ ആൾക്കാരെ കാണിക്കാനും അല്ല, അങ്ങനെയല്ല, ഓർഗനൈസ്ഡ് ആവുക. ഓക്കെ, സോ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നു, ഇൻഡിപെൻഡൻ്റ് ആണ്, ബിൽസ് ഒറ്റയ്ക്ക് പേ ചെയ്യുന്നു. സോ ഐ എം സോ ഹാപ്പി അബൌട്ട് മൈ സെൽഫ്. ഓക്കെ, നമുക്കിനി മെൻസിൽ പോയിട്ട് എന്തെങ്കിലും കഴിച്ചാലും നമുക്ക് വിശക്കും, ക്യാൻറ്റീനിൽ പോവാം. ഇത് JLU പ്രൊവൈഡ് ചെയ്യുന്ന ബൈക്സാണ്. ഇതിൽ കോയിൻ ഇട്ടാൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഈ മെൻസ എന്ന് പറയുന്നതാണ് ഇവിടുത്തെ JLUൻ്റെ കഫ്റ്റീരിയ. ഇവിടെ സ്ക്രീനിൽ ഇന്നത്തെ സ്പെഷ്യൽ എന്താണ്, എന്തെല്ലാം ഓഫറാണ് എന്നുള്ളതെന്നെല്ലാം കാണിക്കും. അല്ലാണ്ട് JLUൻ്റെ ആപ്പും ഉണ്ടാവും, അതിലും നമുക്ക് ഈസി ആയിട്ട് എല്ലാം സോർട്ട് ചെയ്യാൻ പറ്റും. ഈ സ്റ്റെയർ കയറിയിട്ട് മുകളിൽ പോയാലാണ് ഇവിടുത്തെ കഫ്റ്റീരിയ. പക്ഷെ ഇവിടെ മോസ്റ്റ് ഓഫ് ദ ടൈമും ജർമ്മൻ ഫുഡാണ് ഉണ്ടാവുക, ലൈക്ക് ബ്രെഡ്, സോസേജ്, ഷ്നിറ്റ്സൽ. എനിക്കിതൊന്നും ഇഷ്ടമല്ല. എപ്പോഴെങ്കിലും ഇവിടെ റൈസ് ഉണ്ടാവലുണ്ട്, റൈസും എന്തെങ്കിലും കറി പോലത്തെ സാധനം കിട്ടിയാൽ എനിക്കിഷ്ടമാണ്. എനിക്ക് പൊതുവേ ഈ ബ്രെഡ് തിന്നാൻ ഭയങ്കര പ്രശ്നമാണ്. ഇവിടെ ആണെങ്കിൽ എല്ലായിടത്തും ബ്രെഡാണ് ഉണ്ടാവുക, അത് അവിടെയും ബ്രെഡ്. ഇവിടെ എൻ്റെ യൂണിവേഴ്സിറ്റിയിൽ സ്റ്റുഡൻസ് മാത്രമേ ഇംഗ്ലീഷിൽ സംസാരിക്കൂ. ഇവിടെ വർക്കേഴ്സും പൊതുവേ ജർമ്മനിലാണ് സംസാരിക്കുക. അവരോട് ഞാനപ്പം അറിയുന്ന രീതിയിലുള്ള ജർമ്മനിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കലാണ്. എനിക്ക് ചോറാണ് വേണ്ടത്, എനിക്ക് ലൈക്ക് കറി ബേസ്ഡ് സാധനമാണ് വേണ്ടത് എന്നുള്ളത്. പക്ഷെ ഇവിടുത്തെ സ്വീറ്റ് ഡിഷസ്, ഈ സ്വീറ്റ് ഡിഷ് എന്തൊരു യമ്മിയാണെന്നറിയോ. ഇവിടുത്തെ ജർമ്മനിയിലെ അല്ലെങ്കിൽ യൂറോപ്പിലെ കേക്കെല്ലാം കഴിച്ചാൽ നാട്ടിൽ കേക്ക് ഒന്നുമല്ല എന്ന് തോന്നും, അത്രയും ടേസ്റ്റാണ് ഇവിടുത്തെ സ്വീറ്റ് ഡിഷസ്. ഞാനങ്ങനെ ചോക്ലേറ്റ്സിൻ്റെതോ അല്ലെങ്കിൽ ഡിസേർട്ട്സിൻ്റെതോ ഒന്നും ഫാനില്ലായിരുന്നു. പക്ഷേ ജർമ്മനിയിൽ വന്നിട്ട് ഭയങ്കര ഫാനായി. വാവ്, ഒരു ടേസ്റ്റില്ല. എനിക്ക് ഇവിടുത്തെ ഫുഡ് ഇഷ്ടമല്ല. ബിക്കോസ് എൻ്റെ നാട്ടിലെ കേരളത്തിലെ നല്ല ചോറും അയില പൊരിച്ചതും അച്ചാറും തൈരും, സ്വർഗം. ഇവിടെ വന്നിട്ട് കേബേജ് അല്ല സോറി പൊട്ടാറ്റോ ഇത് ട്രൈ ചെയ്ത് നോക്കാം.
പിന്നെ ടേസ്റ്റ് ഉണ്ടാവും തോന്നുന്നു. എന്താ എനിക്ക് തോന്നുന്നത് പൊട്ടാറ്റോ ആണെന്ന്. ഇതെന്തോ കേക്കാ. മേ ബി ഇതിനെന്തെങ്കിലും പേരുണ്ടാവും. ഞാൻ വന്നിട്ടാകെ അത്ര ആയിട്ടുള്ളൂ. സോ പലതും എനിക്കറിയില്ല, ഞാൻ പഠിച്ചു വരുന്നു. എനിക്കിഷ്ടമായിട്ടില്ല, നഷ്ടം തന്നെ. ഫുഡ് ഓർഡർ ചെയ്തിട്ട് ടേസ്റ്റ് ഇല്ലെങ്കിൽ ഭയങ്കര സങ്കടം. പിന്നെ മെൻസേൽ അങ്ങനെ ഓർഡർ ചെയ്യാനൊന്നും ഉണ്ടാവില്ല. ഇവിടെ ഒരു €3 ഇവർ ഫുഡ് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് എന്താണോ ഇഷ്ടം അത് നമ്മൾ തിന്നുക എന്നുള്ളതാണ്. ചെറിയ ചീപ്പായിട്ട് പ്രൊവൈഡ് ചെയ്യുന്നതല്ലേ. രാവിലെ എണീച്ചാൽ നല്ല പത്തലും ചിക്കൻ കറിയും. ഇത് രാവിലെ എണീച്ചാൽ പോമസ്, പൊട്ടാറ്റോ, ഫ്രഞ്ച് ഫ്രൈസ്, പൊട്ടാറ്റോൻ്റെ പല തരത്തിലുള്ള ഫുഡ്. ജർമ്മൻസും പൊട്ടാറ്റോയും തമ്മിൽ ഭയങ്കര ആത്മബന്ധമാണെന്ന് തോന്നുന്നു. ഇവിടെ നമ്മളെ നാട്ടിലെ യൂണിവേഴ്സിറ്റികളും പോലെ തന്നെയാണ്. കഫേ ഉണ്ടാവും, ഒരു ക്യാൻറ്റീൻ ഉണ്ടാവും, പിന്നെ ഇതുണ്ടാവും, ബൈസിക്കിൾസ് ഉണ്ടാവും. അത് ഭയങ്കര ഹെൽപ്ഫുള്ളാണ്. അടുത്ത എവിടെയെങ്കിലും നമുക്ക് പോകാനാണെങ്കിൽ നെക്സ്റ്റ് ബൈക്കോ അങ്ങനെ എന്തോന്ന് ഇതിൻ്റെ പേര്. ഞാൻ ആകെ ഒരു ടൈം യൂസ് ചെയ്തിട്ടുള്ളൂ. അപ്പം തന്നെ എനിക്ക് കറക്റ്റ് ഇവരെ ഒരു പോയിന്റ് ഉണ്ടാവും, അവിടെ തന്നെ നമ്മൾ പോയി പാർക്ക് ചെയ്യണം. ഞാൻ അങ്ങനെ കറക്റ്റ് പാർക്ക് ചെയ്യാത്തതുകൊണ്ട് എനിക്ക് €1 മറ്റും ഫൈൻ അടിച്ചത്. അത് സാധാരണ നാട്ടിലെല്ലാം ഉള്ളത് തന്നെയാണ്. പക്ഷെ എനിക്ക് പൊട്ടാറ്റോ തിന്നാൻ കഴിയുന്നില്ല. എനിക്ക് ജർമ്മൻ ജീവിതം ഭയങ്കര ഇഷ്ടമാണ്. പക്ഷേ പൊട്ടാറ്റോ കട്ട് ഓഫ് വിൽ ഇവിടെ അങ്ങനെ പറയാം. ഞാൻ വിചാരിച്ച് ജർമ്മനിൽ വന്നപ്പോൾ മേ ബി സ്വിച്ച്, പ്ലഗ് ഇതെല്ലാം എന്തായാലും ഇംഗ്ലീഷ് ആയിരിക്കുമല്ലോ. പക്ഷെ ഇവിടെ എല്ലാം ജർമ്മനാണ്. മീൻസ് TV, നമ്മുടെ നാട്ടിലെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾക്കൊന്നും മലയാളം പേരുണ്ടോയെന്ന് എനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു മലയാളം പേരില്ല. പക്ഷേ ഇവിടെ ഇലക്ട്രിക്കൽ ഉപകരണങ്ങൾക്കും എല്ലാത്തിനും ജർമ്മൻ നെയിംസാണ്. എല്ലാം ജർമ്മനിലാണ്. സോ ജർമ്മൻ ലാംഗ്വേജ് പഠിക്കാണ്ട് ഇങ്ങോട്ടേക്ക് വന്നാൽ നമുക്ക് നല്ല തെരുവിൽ കിടക്കാം. എനിക്കടുത്ത് തോന്നുന്നുണ്ട് ഇവർ സമ്മതിക്കണം. കാരണം ചില ബ്രെഡ് എന്ന് പറഞ്ഞാലുണ്ടല്ലോ, മറ്റേ മില്ലിൽ വെച്ച് മുറിച്ചാലും മുറിയില്ല, അത്രയും ഹാർഡാണ് ബ്രെഡ്. അങ്ങനെയുള്ള ബ്രെഡ് ഇവർ അങ്ങനെ കഴിക്കും. യൂണിയനിൽ തന്നെ ബാറെല്ലാം ഉണ്ട്. നമുക്കൊന്ന് ഞാൻ ചെന്നൈയിലാകുമ്പോഴത്തെ ഏതോ ഒരു യൂണിവേഴ്സിറ്റിയിൽ ബാറുണ്ട്, അങ്ങനെ ഉണ്ടോ ഞാൻ കേട്ടില്ല. RS ആണ്. പക്ഷെ ഇവിടെ ബാറുള്ളതൊരു എനിക്ക് ഒരു പുതിയ അനുഭവമാണ്. നമ്മൾ സ്റ്റുഡൻസിനെ കുടിക്കാൻ വേണ്ടി പ്രോത്സാഹിപ്പിക്കാന്ന് പറയുമ്പോൾ ഇവരുടെ കൾച്ചർ തന്നെ ബ്രെഡും പിന്നെ ബിയറുമാണ്. മേ ബി അതുകൊണ്ടായിരിക്കാം നമ്മൾ മലയാളികൾ ചായ കുടിക്കുന്ന പോലെ ഇവർ ബിയർ കുടിക്കാം. എനിക്ക് രണ്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല. പക്ഷേ തിന്നേ പറ്റും, നമ്മൾ ഫുഡ് വേസ്റ്റ് ആക്കാൻ പറ്റില്ല. ഇവിടെ ഈ കാണുന്ന ബെൽറ്റിൽ ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ പ്ലേറ്റ് വെച്ചാൽ അത് അവർ ക്ലീൻ ചെയ്തോളും. ഈ എഴുതി കാണിച്ചതാണ് എക്സിറ്റ്. ഇതിലൂടെ പുറത്തിറങ്ങാൻ പറ്റും. ഇങ്ങനത്തെ കുറച്ച് വാക്കുകൾ പഠിച്ചു വെച്ചാൽ ഒരു ബേസിക് നോളജ് ഉണ്ടായാൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും ജർമ്മനിയിൽ വന്നാൽ. അങ്ങനെ വയറെല്ലാം ഫുള്ളായി. ഇനി കുറച്ച് കൂടി വർക്ക് പെൻഡിങ് ഉണ്ട്, അത് ചെയ്യണം. എന്നിട്ട് വീട്ടിലേക്ക് പോകണം. ബസ് നോക്കണം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്. പിന്നെ വെതർ തീരെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് ജർമ്മനിയിൽ. ചിലപ്പോൾ ഭയങ്കര ചൂടായിട്ട് നമ്മൾ ടീഷർട്ട് ഇട്ട് പുറത്തിറങ്ങിയാൽ പെട്ടെന്ന് മഴ പെയ്യും. അങ്ങനെ വെതർ അൺപ്രെഡിക്റ്റബിളാണ്. പിന്നെ ഓൾറെഡി ക്ലാസ് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ വ്ളോഗ് ഷൂട്ട് ചെയ്യുന്നത്. ഇതൊരു ഫ്രൈഡേ ആണ്, അതുകൊണ്ടാണ് പുറത്തൊന്നും ആരെയും കാണാത്തത്. ഓൾറെഡി സ്റ്റുഡൻസ് എല്ലാം വീട്ടിലേക്ക് പോയിട്ടുണ്ട്. ഇവിടുത്തെ ലൈബ്രറി കാണിക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോഴേക്കും അത് ക്ലോസ്ഡ് ആണ്, അവിടെ കയറാൻ പറ്റില്ല എന്നാണ് എഴുതിയിട്ടുണ്ടായത്. എല്ലാം ഗൂഗിൾ ട്രാൻസ്ലേറ്റ് വെച്ചിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യില്ലാന്ന് എൻ്റെ പണി. എല്ലാം ജർമ്മനിലാണ് എഴുതിയിട്ടുണ്ടാവുക. ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിനെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസിൻ്റെ ഓഫീസ് ഉണ്ട്. അവിടെ പോയിട്ട് നിങ്ങൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞാൽ അവർ നമുക്കൊരു സൊല്യൂഷൻ പറഞ്ഞു തരുന്നതാണ്. പിന്നെ ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് വെച്ചാൽ
അപ്പം ഇങ്ങനെയെല്ലാം കാണുമ്പോൾ വിചാരിക്കും ലൈഫ് ഭയങ്കര ഹാപ്പനിങ് ആണ്, യൂണി പോകാ. ഇതൊന്നല്ല, ഇതിന് വേറൊരു സൈഡുണ്ട്. ഹാർഡ് വർക്ക് ചെയ്യണം, ബിൽസ് പേ ചെയ്യണം, റൂം റെൻറ്റ്. സോ ദർ ആർ അതർ ലോട്ട് ഓഫ് തിങ്സ് ദാറ്റ് ഇസ് വെരി ഹാർഡ്. ഇതിപ്പോൾ ഭയങ്കര ഈസി ഗോയിങ് ആയിട്ട് തോന്നും, വ്ളോഗെല്ലാം കാണുമ്പോൾ ഭയങ്കര ഈസിയാണ് ലൈഫ്. Not like that. It's very hard to live alone. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. അടുത്തൊരു നല്ല വ്ളോഗായിട്ട് കാണാം. ചൂസ്. ചാവ്.